നമസ്കാരം. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരായ 5 പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസുകാർ വിവിധ യൂണിറ്റുകളിലായതിനാൽ പോലീസ് മേധാവി സസ്പെൻഷൻ ഉത്തരവിറക്കി. ഇവർ സ്പെഷ്യൽ ബ്രാഞ്ചിനു കീഴിലാണ് ജോലിയെടുക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്യായമായി ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്നായിരുന്നു SIT റിപ്പോർട്ട്. ഈ വകുപ്പും 5 പേർക്കെതിരെ ചുമത്തും. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കയ്പമംഗലം 3 പീടികയിലും പരിസര പ്രദേശങ്ങളിലുമായി 6 പേരെ കടിച്ച പട്ടിക്ക് പേ വിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടിയേറ്റ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും ആരോഗ്യ വിഭാഗം. വാണിയമ്പാറയിൽ ആംബുലൻസിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. വാണിയമ്പാറയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ആംബുലൻസിൽ നിന്നും 250 ഗ്രാമിലധികം MDMA പിടികൂടിയത്. കുഴൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ആളപായമില്ല. കണിയംകാട്ടിൽ വേലായുധൻ ഭാര്യ ശാന്തയുടെ വീടാണ് തകർന്നത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കയ്പമംഗലം 3 പീടികയിലും പരിസര പ്രദേശങ്ങളിലുമായി 6 പേരെ കടിച്ച പട്ടിക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടിയേറ്റ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും തുടർ വാക്സിനേഷൻ കൃത്യമായി സ്വീകരിക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഞായറാഴ്ച രാത്രി തന്നെ നാട്ടുകാർ തല്ലിക്കൊന്ന പട്ടിയുടെ ജഡം ഇന്നലെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ എത്തിച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് പേയുണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടിയേറ്റ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും തുടർ വാക്സിനേഷൻ കൃത്യമായി സ്വീകരിക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഞായറാഴ്ച കാക്കത്തുരുത്തി പള്ളിവളവ് മുതൽ വഴിയമ്പലം വരെ നാട്ടുകാരെ പരിഭ്രാന്തരാക്കി ഓടിയ പട്ടി 6 പേരെയാണ് കടിച്ചത്. കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിച്ച പട്ടി നിരവധി വളർത്തുമൃഗങ്ങളെയും മറ്റ് തെരുവ് നായകളെയും കടിച്ചതായും വിവരമുണ്ട്. തുടർന്ന് രാത്രി 8 മണിയോടെ വഴിയമ്പലത്ത് വെച്ചാണ് പട്ടിയെ ആരോ തല്ലിക്കൊന്നത്. വെറ്റിനറി വിഭാഗം നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് രാത്രി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വാർഡ് മെമ്പർ PC മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ജീവനക്കാരായ നാസർ, ജസീൽ തുടങ്ങിയവർ ചേർന്ന് പട്ടിയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി സജ്ജീകരിച്ചിരുന്നു. മീഡിയ ടൈം, പെരിഞ്ഞനം. വാണിയമ്പാറയിൽ ആംബുലൻസിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. വാണിയമ്പാറയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ആംബുലൻസിൽ നിന്നും 250 ഗ്രാമിലധികം MDMA പിടികൂടിയത്. ഇന്ന് രാവിലെ 6:30ഓടെ തൃശൂർ ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്തും സന്ദീപും സഞ്ചരിച്ചിരുന്ന ഷാരോൺ എന്ന ആംബുലൻസിൽ നിന്നാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും വരുന്നതിനിടയിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹനം പരിശോധിക്കുകയായിരുന്നു. പരിശോധനയ്ക്കിടെ ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ദേശീയപാത മണ്ണുത്തി മുല്ലക്കരയിൽ ജീപ്പ് ഇടിച്ച അന്യസംസ്ഥാന കരാർ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. തിങ്കളാഴ്ച വൈകിട്ട് 3:30ഓടെയാണ് അപകടമുണ്ടായത്. മണ്ണുത്തി ഭാഗത്തു നിന്നും പട്ടിക്കാട്ട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനം നിയന്ത്രണം തെറ്റി ദേശീയപാതയിലെ കാന വൃത്തിയാക്കുകയായിരുന്ന തൊഴിലാളിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ കരുണനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ ഉടൻ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് 5 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. മണ്ണുത്തി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടമുണ്ടാക്കിയ വാഹനവും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുഴൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ആളപായമില്ല. കണിയംകാട്ടിൽ വേലായുധൻ ഭാര്യ ശാന്തയുടെ വീടാണ് തകർന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. ശാന്തയും മകൻ രാജേഷുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. കാലപ്പഴക്കം മൂലമാകാം മേൽക്കൂര തകർന്നതെന്നാണ് നിഗമനം. പഞ്ചായത്ത് അംഗം MA ജോജോ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടി അടിപ്പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് അടിയന്തരമായി നടത്തേണ്ട പരിഹാര നടപടികൾ പരിശോധിക്കുന്നതിനായി ദേശീയപാത അധികൃതർ സ്ഥലം സന്ദർശിച്ചു. അടിപ്പാതയിൽ അടിയന്തരമായി നടത്തേണ്ട പ്രവൃത്തികളാണ് അധികൃതർ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. ദേശീയപാത സേഫ്റ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങളും അധികൃതർ പരിശോധിച്ചു. കഴിഞ്ഞ ദിവസം ചാലക്കുടി നഗരസഭയിൽ നടന്ന സർവകക്ഷി യോഗത്തിലെ നിർദ്ദേശങ്ങളുടെ ഭാഗമായി അടിപ്പാതയിൽ അടിയന്തരമായി നടത്താൻ കഴിയുന്ന പ്രവൃത്തികൾ സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അധികൃതർ സ്ഥലം സന്ദർശിച്ചത്. അടിപ്പാതയിലെ ഫുട്പാത്ത് വീതി കുറയ്ക്കുക,
4 കോർണറിലും സ്ലാബ് കട്ട് ചെയ്ത് ബെൽമൗത്ത് ഉണ്ടാക്കുക, സർവീസ് റോഡിലെ ഡ്രൈനേജിന് മുകളിലെ സ്ലാബുകൾ താഴ്ത്തി സർവീസ് റോഡിന് ലെവലിലാക്കി ബെൽമൗത്ത് സൗകര്യപ്പെടുത്തുക തുടങ്ങി അടിയന്തരമായി നടത്തേണ്ട പ്രവൃത്തികളാണ് അധികൃതർ നേരിട്ടെത്തി പരിശോധന നടത്തിയത്. അടിയന്തരമായി പ്രവൃത്തികൾ ചെയ്യുന്നതിന് ദേശീയപാത അധികൃതർ അനുമതി നൽകിയാൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും ആവശ്യമായ സഹകരണം ചെയ്യാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ദേശീയപാതയുടെ സേഫ്റ്റി എഞ്ചിനീയർ പരിശോധിച്ച് തീരുമാനം അറിയിക്കാമെന്ന് അധികൃതർ പറഞ്ഞു. സർവീസ് റോഡിൽ സിഗ്നൽ സ്ഥാപിക്കൽ, വൺ വേ ഏർപ്പെടുത്തൽ എന്നീ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. ദേശീയപാത കൺസൾട്ടൻസി ടെക്നിക്കൽ സൂപ്പർവൈസർ പെച്ചിനാഥൻ, നിർമ്മാണ കമ്പനിയുടെ മെയിൻ്റനൻസ് മാനേജർ സജി TP എന്നിവർ നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആനി പോൾ, OS ചന്ദ്രൻ, ജിയോ കിഴക്കുംതല, ഷിഫ സന്തോഷ്, ലിജി ജോജി, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, ജിൽ ആന്റണി, കൗൺസിലർമാരായ വിൻസെന്റ് പാണാട്ടുപറമ്പിൽ, വത്സൻ ചമ്പക്കര, നിതിൻ പുല്ലൻ, ഉണ്ണികൃഷ്ണൻ KB എന്നിവരോടൊപ്പം അടിപ്പാത സന്ദർശിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനയ്ക്കെതിരായും നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷാ ക്രമക്കേട് എന്നിവയ്ക്കെതിരെ വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KH അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് EV സജീവ് അധ്യക്ഷത വഹിച്ചു. മുസമ്മിൽ, സുലേഖ, അബ്ദുള്ളക്കുട്ടി, ജോസഫ്, മഹേഷ്, റിയാസ്, ഹസീബ്, അഫ്സൽ, സലീം അറക്കൽ, നാസർ MH, ബഷീർ, മായ രാമചന്ദ്രൻ, പ്രദീപ്, റസിയ അബു, മുഹമ്മദ് അലി, ജോർജ് തൊമ്മാന, ജെബി അലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം 3 പീടികയിലും പരിസര പ്രദേശങ്ങളിലുമായി 6 പേരെ കടിച്ച പട്ടിക്ക് പേ വിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടിയേറ്റ എല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടെന്നും ആരോഗ്യ വിഭാഗം. വാണിയമ്പാറയിൽ ആംബുലൻസിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. വാണിയമ്പാറയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ആംബുലൻസിൽ നിന്നും 250 ഗ്രാമിലധികം MDMA പിടികൂടിയത്. കുളൂർ കുണ്ടൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. ആളപായമില്ല. കണിയംകാട്ടിൽ വേലായുധൻ ഭാര്യ ശാന്തയുടെ വീടാണ് തകർന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.